Hi dear students, welcome back to Future Plus Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ സബ്ജക്റ്റ് ആണ്, ദാറ്റ് ഇസ് മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ് എന്നുള്ള നിങ്ങളുടെ പേപ്പറുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ക്ലാസ്. ആസ് വി ടോൾഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ്, ഇതാണ് നിങ്ങൾക്ക് ഒരു കമ്പാരിറ്റീവ്ലി ഈസി ടു മോഡറേറ്റ് ഇതിലാണ് ഈ മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ് ഉള്ളത്. ദ വെരി ഫസ്റ്റ് ക്ലാസ് ഇൻ ദിസ് ക്ലാസ് ഐ വോണ്ട് ടു ലെറ്റ് യു നോ, അതായത് മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ്, നിങ്ങൾ ആ ടൈറ്റിൽ ശ്രദ്ധിച്ചോ. മിൽട്ടൺ എന്ന് പറഞ്ഞത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്, നിയോ ക്ലാസിക്കൽ റൈറ്റർ ആണ്. സോ ഫ്രം മിൽട്ടൺ, സോ മിൽട്ടണിന് ഒരു എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ദെൻ വി വിൽ മൂവ് ടു നിയോ ക്ലാസിക്കൽ, അതുപോലെ തന്നെ അഗസ്റ്റൻ ഏജ്, പിന്നെ റൊമാൻറ്റിക്, വിക്ടോറിയൻ, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചോസർ ടു എലിസബത്തേൻ, ദാറ്റ് ഇസ് എൻ ഏജ്. അവിടെ അതുപോലെ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ പിടിച്ചിട്ട് ഒരു ഏജിനെയും ഒരു ഇറേനെയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെരി ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാത്തിനെ കുറിച്ചും. അതായത് ഫ്രം ദിസ് പീരീഡ് ടു ദിസ് മിൽട്ടൺ മുതൽ പ്രീ റൊമാൻറ്റിക് വരെയുള്ള എഴുത്തുകാരും അവരുടെ അതിലുള്ള പല ജോണേഴ്സും, പോയിട്രിയും, ഡ്രാമയും, എസ്സേസും, പ്രോസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ എല്ലാ പേപ്പറും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അസെഷൻ ഓഫ് ജെയിംസ് ആണ്. അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ക്യുക്കായിട്ട് പോവാം, വെറുതെ കുറെ ഇങ്ങനെ സമയം ചെലവഴിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം ദിസ് ഇസ് ഹിസ്റ്ററി പോർഷൻസ്. സോ ഇതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല, പക്ഷെ ദർ ഇസ് സം സോർട്ട് ഓഫ് തിങ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ്. ഓക്കെ, സോ അസെഷൻ ഓഫ് ജെയിംസ് 1 അതാണ് നമ്മൾ ഫസ്റ്റ്, ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഓർഡറിൽ തന്നെ പിപിടി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ജെയിംസ് 1 വാസ് കിങ് ഓഫ് സ്കോട്ട്ലൻഡ്, ആൻഡ് ബിഫോർ ഹി ബിക്കം ദ കിങ് ഓഫ് ബോത്ത് ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലൻഡ്, ഹി ascended to the English throne upon the death of the hireless queen Elizabeth I in 1603. So accession of James I എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. So this person has beheaded as the king of that particular Scotland. So ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് the publication of authorized version of the Bible. ബൈബിൾ എന്നുള്ള വർക്കിന്റെ authorized version കുറിച്ചാണ് ഇവിടെ പറയുന്നത്. So the King James or authorized version of Bible remains the mostly widely published text in the English language. It was the work of around 50 scholars who were appointed in 1604 by King James, and it is dedicated to him until the mid 1500, and English language Bible had resulted in severe punishment finally in 1611. അതായത് ഓരോ ഇവന്റ്സ് ആയിട്ടാണ് ആദ്യം ഇതിൽ പറയുന്നത്. അപ്പൊ അതിൽ മേജർ ഇവന്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ജെയിംസ് 1ന്റെ അസെഷൻ, പിന്നെ ഓതറൈസ്ഡ്. അപ്പൊ കിങ് ജെയിംസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിള് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻ വിച്ച് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അടുത്തൊരു ഇവന്റ് പറയുന്നത് ഗൺ പൗഡർ പ്ലോട്ട് ആണ്. ഗൺ പൗഡർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗൺ പൗഡർ പ്ലോട്ട് വാസ് എ ഫെയിൽഡ് അറ്റംപ്റ്റ് ടു അസാസിനേറ്റ് കിങ് ജെയിംസ്. കിങ് ജെയിംസ് 1നെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടി അവിടെ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഗൺ പൗഡർ പ്ലോട്ട് എന്ന് പറയുന്നത്. വിച്ച് ഇസ് an opening of parliament in November 1605. The plan was organized by Robert Catesby, a devout English Catholic who hoped to kill the Protestant King James and establish the Catholic rule in India. അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ചാൾസ് 1ന്റെ ബെഹെഡ്, അതായത് ആ കാലഘട്ടത്തിൽ ചാൾസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ങും ഓപ്പോസിറ്റ് സൈഡിൽ ഒലിവർ ക്രോംവെല്ലും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇതില് ചാൾസ് 1 തോക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ചാൾസ് 1 തോറ്റിട്ട് ആരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? ഒലിവർ ക്രോംവെൽ ഫ്രണ്ടിലേക്ക് വരികയും സ്റ്റേറ്റും ചർച്ചും ഒന്നാവുന്ന ഒരു സാഹചര്യം നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ആ സമയത്ത് ചാൾസ് 1 ആണ് ദി ഗ്രേറ്റ് ബ്രിട്ടന്റെ ആളായിട്ട്, ദി ഗ്രേറ്റ് ബ്രിട്ടൻ which was Charles I ആണ്, and Ireland from 1625 like his father James I and grandmother Mary Queen of Scots എന്ന് പറയുന്നു. അങ്ങനെ ചാൾസ് 1 അവിടെ ഇതിന്റെ ഭാഗമാവുകയും he started എന്താ പറയാ റൂളിംഗ് ദ കൺട്രി. 1642 അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് കിങ്ങും ഇംഗ്ലീഷ് പാർലമെന്റിലെ ആൾക്കാരും തമ്മിൽ. അങ്ങനെയാണ് സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടുന്നത്. ഞാനിത് പറഞ്ഞു. അങ്ങനെ സിവിൽ വാർ പൊട്ടിപ്പുറത്തുന്നു. അങ്ങനെ എക്സിക്യൂഷൻ ഓഫ് കിങ് 1649, the overthrow of the English monarchy and establishment of the Commonwealth England. അവിടെയാണ് ആര് വരുന്നത്? ഒലിവർ ക്രോംവെൽ വരുന്നത്. അങ്ങനെ ഒലിവർ ക്രോംവെല്ലിന്റെ ഭാഗമായിട്ടാണ് ആരൊക്കെ വരുന്നത്? ദിസ് പർട്ടിക്കുലർ മിൽട്ടൺ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുന്നത്. മിൽട്ടൺ ഒലിവർ ക്രോംവെല്ലിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അടുത്ത ബ്ലോക്കിലേക്ക് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സോ എങ്ങനെയാണ് ആ സിവിൽ വാർ ഉണ്ടായത് എന്നുള്ളതാണ് ഒരു ചോദ്യം. സോ ദി ഇംഗ്ലീഷ് സിവിൽ വാർ ആർ ട്രഡീഷണലി കൺസിഡർഡ് ടു ഹാവ് ബിഗൺ ഇൻ ഇംഗ്ലണ്ട് ഇൻ 1642. അപ്പൊ ചാൾസ് 1 raised an army against the wishes of
ഓഫ് പാർലമെന്റ്. പാർലമെന്റേറിയനെതിരെ ആരെ പുറപ്പെടുവിച്ചു? സിവിൽ വാർ പുറപ്പെടുവിച്ചു, ചാൾസ് വൺ പുറപ്പെടുവിച്ചു. അവസാനം തോൽക്കുന്നത് ചാൾസ് വൺ തന്നെയാണ്. പക്ഷെ ചാൾസ് വാസ് ട്രൈഡ് ഇൻ ദ ഹൗസ് ഓഫ് കോമൺസ് ആൻഡ് എക്സിക്യൂട്ടഡ് 30 January 1649 outside Banqueting House in Whitehall. Following the restoration of the monarchy in 1660, the death warrant was used to identify the commissioners who had signed it and prosecute them for treason എന്ന് പറയുന്നത്. So the Commonwealth was the political structure during the period of 1649 to 1660 when England and Wales later along with Ireland and Scotland were governed as a republic after the end of the Second War. അങ്ങനെ എക്സിക്യൂഷൻ ഓഫ് ചാൾസ് വൺ നടന്നു. അങ്ങനെ ഒരു കോമൺവെൽത്ത് അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. ആ ഒരു സിവിൽ വാറിന് ശേഷം എന്ത് സംഭവിച്ചു? സ്റ്റേറ്റും ചർച്ചും ഒന്നായി. അവിടെ എന്ത് ഭരണം പോയി? ചാൾസ് വണ്ണിന്റെ ഭരണം അവിടെ നഷ്ടപ്പെട്ടു. അദ്ദേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊണാർക്കി, രാജഭരണം അവിടെ ഇല്ലാതെയായി എന്നുള്ളത് വീണ്ടും വീണ്ടും പറയാണ്. സോ അവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു പൊളിറ്റിക്കൽ മെക്കാനിസം ആണ് അവിടെ സംഭവിച്ചത്. അതായത് ചാൾസ് വണ്ണിന്റെ ആൾക്കാരെ കാവലിയേഴ്സ് എന്നും പാർലമെന്റേറിയൻസിനെ ഒലിവർ ക്രോംവെലിനെ നമ്മൾ റൗണ്ട് ഹെഡ്സ് എന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ രണ്ട് വിഭാഗമായി തിരിഞ്ഞു. അങ്ങനെയാണ് ഇവർ സിവിൽ വാറിൽ ഫൈറ്റ് ചെയ്തത്. ഫൈനലി ഒലിവർ ക്രോംവെലിന്റെ പാർലമെന്റേറിയൻസ് ആണ് ജയിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ fighting between the supporter of King Charles II, the supporter from Parliament. The war also involved the Scottish Covenanters and Irish Confederates and parliamentarian victory at the Battle of Worcester on 3rd September 1651 എന്ന് പറയുന്നു. So reformation of the protectors, അതായത് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാര് പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പാർലമെന്റേറിയൻസ്, അവര് they were during England, Wales, Scotland, Ireland പോലുള്ള ടെറിട്ടറീസിലെല്ലാം കോമൺവെൽത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ അവരതിന്റെ ഭാഗമായി എന്നുള്ളത് പറയുന്നുണ്ട്. സോ ദാറ്റ് പർട്ടിക്കുലർ കോമൺവെൽത്ത് ഇതിൽ ഇതായിട്ടുള്ളത് ആരാണ്? വിച്ച് വാസ് ഒലിവർ ക്രോംവെൽ. അങ്ങനെ ഒലിവർ ക്രോംവെലിന്റെ മരണത്തിന് ശേഷം 1658 അദ്ദേഹത്തിന്റെ സണ്ണ് റിച്ചാർഡ് ക്രോംവെൽ ഇതിന്റെ ഭാഗമായി. ഓക്കെ. സോ ജെയിംസ് ടൂവിന്റെ അസാസിനേഷന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. 1688 മുതൽ 1689 വരെ വില്യം ആൻഡ് മാരി. ഡ്യൂറിംഗ് ദ ജോയിന്റ് റൂൾ ഓഫ് വില്യം ആൻഡ് മാരി, വില്യം made a decision when he was in Britain. Mary was in charge when he was out of the country and also handled church affairs. അങ്ങനെ അവർ രണ്ടാളും കൂടി ഭരിക്കുന്ന സമയത്ത് മേരി ആണ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത്. വില്യം encouraged the passage of major laws that protected personal liberties of Toleration Act in 1689, which guaranteed religious toleration to protest of non-conformists, and it did not extend toleration as far as he wished, still restricting the religious liberty of Roman Catholics and those of the non-Catholics. And ഇതിൽ വേറൊരു ക്യാരക്ടറിനെ പറയുന്നത് വെച്ചാൽ എലിസബത്ത് വൺ ഞാൻ ആസ് എ ഹോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം വെറുതെ കുറെ നമ്മൾ വായിച്ചു പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ എലിസബത്തിയൻ പീരീഡ് ഇസ് കൺസിഡേർഡ് ആസ് ദ ഗോൾഡൻ പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്താണ് എലിസബത്തിയൻ പീരീഡ്? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ഗോൾഡൻ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. വൈ? ബിക്കോസ് ലിറ്ററേച്ചറിന് ഒരുപാട് ഫ്ലറിഷ്മെന്റ് ഉണ്ടായ ഒരു സമയമാണ് എലിസബത്തിയൻ ഇറ. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ പീരീഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ എലിസബത്തിന് തന്നെ ഒരുപാട് വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടമായിരുന്നു. വായിക്കാൻ പ്രത്യേകിച്ച്, അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. ഷേക്സ്പിയർ അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു. ഷേക്സ്പിയറിനെ കൊണ്ട് ഒരുപാട് എഴുതിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ രാജകൊട്ടാരത്തിൽ ഒരുപാട് കവികൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. സോ ദാറ്റ് ഇസ് വൈ എലിസബത്തിയൻ പീരീഡ് ഇസ് ഓൾവേസ് കോൾഡ് ആസ് എ ഗോൾഡൻ പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പം അതിൽ കുറേ മാറ്റങ്ങളുണ്ട്. എലിസബത്ത് ത്രൂ ഔട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. So the religious policy of Elizabeth was not like Philip Spain. He attempted to murder the queen but could not succeed it in financial help of Pope, and England also became a major level in Europe in the പറയുന്നു. So she founded a national church, Anglican church, which borrowed principle from both the Roman Catholic and Protestant faith എന്ന് പറയുന്നു. Elizabeth invented talented artists from various parts of Europe and settled and spread the skill and knowledge. ഒരുപാട് യൂറോപ്പിന്റെ വേരിയസ് പാർട്സിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. She was very popular among the poorer classes because of the generous provisions of poor laws. The English Parliament acquired a special place during the reign of Elizabeth. The Parliament acquired the right to vote, right against unwarranted arrest and members. The Parliament also acquired the power to punish those who give during elections എന്ന് പറയുന്നു. അങ്ങനെ
പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ പുവർ ലോസ് കൊണ്ടുവന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പാർലമെന്റിന് സ്പെഷ്യൽ പ്ലേസ് അവർ കൊടുത്തു. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള ആ ഒരു രീതിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എലിസബത്ത് ഹാഡ് സ്പെഷ്യൽ ലവ് ഫോർ മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നു. യൂറോപ്പിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. അതുപോലെ തന്നെ വോയേജസ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഷീ ഡിഡ്ന്റ് മാരി. ദാറ്റ്സ് വൈ ഷീ ഈസ് കോൾഡ് ആസ് എലിസബത്ത് വൺ ഇസ് കോൾഡ് ആസ് വെർജിൻ മേരി എന്നാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് ഷീ ഡിഡ്ന്റ് മാരി, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ യൂറോപ്യൻ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ 17th 18th സെഞ്ചുറിയിൽ ആ ഒരു ഈ ഗോഡ്, റീസൺ, നേച്ചർ അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം കൺസൈസിൽ മാറ്റിയിട്ട് കൂടുതലായിട്ടും they give prominence to art, philosophy, politics അതിനൊക്കെ പ്രാധാന്യം കൊടുത്തു. So that period is also called as central to enlightenment and also a celebration of reason എന്ന് പറയുന്നത്. പിന്നെ തോമസ് അക്വിൻസൺസ് ഗ്രേറ്റസ്റ്റ് സ്കോളസ്റ്റിക് ഫിലോസഫർ എന്ന് പറയുന്നത്. He produced comprehensive synthesis of Christian theology, Aristotelian philosophy and philosophy of the church in 1917. അതുപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള രണ്ട് വലിയൊരു സംഭവമാണ് ഫ്രഞ്ച് റെവല്യൂഷനും അതുപോലെ തന്നെ ആൻഷ്യൻ റെജീം എന്ന്. ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നത് 1789. നിങ്ങൾക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫാറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു ഇരുണ്ട കാലത്തിൽ നിന്ന് നമ്മൾ ഒരു മുന്നോട്ട് പോകുമ്പോൾ ഒരു വെളിച്ചം, ഒരു പുതിയ പ്രത്യാശ, അതുപോലെ തന്നെ മാറ്റങ്ങൾ അതെല്ലാ മേഖലയിലും ഇങ്ങനെ നിറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അതാണ് ആക്ച്വലി പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് കുറെ അധികം റൈറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ജോൺ ലോക്ക്, അതുപോലെ തന്നെ ഫ്രാൻസിസ് ബേക്കൺ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഫിലോസഫി പോലുള്ള കാര്യങ്ങളിലും ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ്. പിന്നെ തോമസ് ഹോബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര റെപ്യൂട്ടേറ്റഡ്, അതായത് ഫിലോസഫി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പറയുന്ന ഒരു തിങ്കർ ആയിരുന്നു, ഒരു ഫിലോസഫിയാണ്. അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മെറ്റീരിയലിസ്റ്റ് ആൻഡ് നോമിനലിസ്റ്റ് ആൻഡ് എംപെറിസിസ്റ്റ് വ്യൂ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൂടുതലായിട്ടും പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്താ പറയാ, ഈ ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ, ഏജ് ഓഫ് അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ആർട്ടിലായാലും ലിറ്ററേച്ചറിലായാലും ആ കാലഘട്ടത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടേയിരുന്നു, സംഭവിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഏജ് ഓഫ് ജോൺസൺ എന്ന് പറയുന്നുണ്ട്. സാമുവൽ ജോൺസൺ നമ്മൾ ഇനി വരുന്നതിലൊക്കെ നമ്മൾ പഠിക്കും. സോ ജോൺസൺ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ആർഗ്യുബിളി ദ മോസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് മാൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്ക്സും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നു, ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. ഇനി ബോത്ത് പോയിംസ് ആർ മോഡൽ ഇൻ ജുവനൈൽ സറ്റയേഴ്സ്. അതുപോലെ തന്നെ ജോൺസന്റെ ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പബ്ലിഷ് ചെയ്തത് 1755. സോ മോഡേൺ ഇംഗ്ലീഷ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗ്രേറ്റസ്റ്റ് സിംഗിൾ അച്ചീവ്മെന്റ് ഓഫ് ദ സ്കോളർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ, ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആ സംഭവങ്ങളൊക്കെ, അതായത് മേജർ ആയിട്ടുണ്ടായിരുന്ന ഇവന്റ്സിനെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞത് ഞാൻ അതുപോലെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എലിസബത്തിയൻ പീരീഡിനെ കുറിച്ചും പറയുന്നുണ്ട്. വില്യം മാരി, ഗ്ലോറിയസ് റെവല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ. ഇതാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ പറയേണ്ടതായിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.